കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച് വിദഗ്ധ സമിതി. കമ്പനിക്ക് വീഴ്ച പറ്റിയെന്നും ഡിസൈനിങ്ങിൽ തകരാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാതയിൽ 400 മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ള. ബൽറാം, ഇതിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നാണോ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലായി വന്നിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ ബൽറാം? GK, ഈ ദേശീയപാത നിർമ്മിച്ച കമ്പനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഈ മാസം 21-നാണ് വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനി മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വയലടക്കമുള്ള ഈ മേഖലയിലെ മണ്ണിന്റെ സ്വഭാവം സംബന്ധിച്ചുള്ള പരിശോധനകൾ സാധാരണ നിലയിൽ ഇത്ര വലിയ നിർമ്മിതികൾ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പരിശോധിക്കുക പതിവുണ്ട്. എന്നാൽ അത് ഉണ്ടായിട്ടില്ല. വിശദമായ പരിശോധന ഈ വയൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് മണ്ണിൽ നടത്തിയിട്ടില്ല. കൂടാതെ വെള്ളം കയറിയതിലൂടെ മണ്ണിലുണ്ടായ സമ്മർദ്ദമാണ് ദേശീയപാത തകരാൻ കാരണമായത് എന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ റോഡിന്റെ ഡിസൈനിങ്ങിലും ഗുരുതരമായ തകരാർ സംഭവിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ ഒപ്പം തന്നെ പരിഹാരമായി നിർദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ ഉള്ള റോഡ് പുനർനിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ്. 400 മീറ്ററോളം നീളത്തിൽ ഒരു പാലം നിർമ്മിക്കാനുള്ള ശുപാർശയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂരിയാട് പാസിനെ വയലിന്റെ മധ്യഭാഗത്തുള്ള അണ്ടർപാസുമായി ബന്ധിപ്പിച്ച് ഒരു പാലം നിർമ്മിച്ചാൽ മാത്രമായിരിക്കും ഇതിന് ഒരു ശാശ്വത പരിഹാരമാകുക എന്നുമാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നത്. ഈ ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന എംബാങ് എന്നുള്ളത് അത് ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്നും പാലം നിർമ്മിക്കുകയാണെങ്കിൽ അതിന് 4 ഇരട്ടിയോളം ചെലവ് ഉണ്ടാകും എന്നതിനാൽ തന്നെയാണ് ഈ എംബാങ്കിംഗ് രീതി നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഗൗരവതരം എന്നുള്ളത് പ്രാഥമികമായി നടത്തേണ്ട പരിശോധന, മണ്ണിന്റെ ഗുണനിലവാരം അടക്കമുള്ളവ പരിശോധിച്ച് അതിനനുസൃതമായ നിർമ്മാണ രീതികളാണ് സാധാരണ നിലയിൽ ദേശീയപാത അടക്കമുള്ള ഉന്നത ഗുണനിലവാരം പുലർത്തേണ്ട നിർമ്മിതികളുടെ കാര്യത്തിൽ പാലിക്കാറുള്ളത്. എന്നാൽ ആ പരിശോധന ഈ കൂരിയാടിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെ അവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് എന്നതടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അത് ഗൗരവത്തോടെ കാണാനോ ആവശ്യമായ പരിശോധന നടത്താനോ കമ്പനി തയ്യാറായിട്ടില്ല എന്നും കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. GK, അതായത് ബൽറാം, ഇതിന്റെ ഡിസൈനിങ്ങിൽ മാത്രമല്ല, ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അതിന്റെ പ്ലാൻ, അതിന്റെ നിർമ്മാണ വസ്തുക്കൾ, അല്ലെങ്കിൽ നിർമ്മാണത്തിന് മുൻപ് സ്വീകരിക്കേണ്ടുന്ന ചട്ടപ്രകാരമുള്ള പരിശോധനകൾ എന്ന് തുടങ്ങി ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണോ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന്റെ സംക്ഷിപ്തം? അങ്ങനെയാണെങ്കിൽ ഇത് അടിമുടി ഇതിനകത്ത് പിഴവുകളുള്ള ഒരു നിർമ്മിതിയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് സമിതി കടക്കുന്നുണ്ടോ? GK, ഓരോ പ്രദേശത്തെയും ഈ സ്ഥലത്തിന്റെ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ചാണ് അവിടെ ഏത് തരത്തിലുള്ള നിർമ്മാണ രീതികൾ പിന്തുടരണം. അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കണം. അവിടെ വെള്ളം ഒഴുകുന്ന പ്രദേശമാണെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ബലം നൽകുന്ന തരത്തിലുള്ള നിർമ്മിതികൾ പ്രയോഗിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഈ പ്രദേശത്തിന്റെ ഘടന, ഭൗമഘടന, ഒപ്പം തന്നെ മണ്ണിന്റെ ഘടന എന്നിവ പരിശോധിച്ച ശേഷമാണ്. എന്നാൽ അത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ദേശീയപാതയിൽ ഉള്ള മണ്ണിന്റെ സ്വഭാവം, അത് വയൽ ഉൾപ്പെടുന്ന പ്രദേശമായിട്ട് പോലും അവിടെ ആവശ്യമായ പരിശോധന നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വിമർശനമുള്ളത്. ഈ കമ്പനിയുടെ ഡിസൈനിങ്ങിലും അതുകൊണ്ട് തന്നെ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു, തകരാർ സംഭവിച്ചിരിക്കുന്നു. അത് ആവശ്യമായ പ്രാഥമിക പരിശോധന ഈ ഭാഗത്ത് നടത്തി അതിനാവശ്യമായ നിർമ്മാണ രീതികൾ, നിർമ്മാണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ തെരഞ്ഞെടുക്കുകയാണ് പതിവ് എങ്കിൽ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. പൊതുവായി എല്ലായിടത്തും ഒരൊറ്റ തരത്തിലുള്ള നിർമ്മിതി എന്ന തരത്തിലുള്ള ശൈലിയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ പാത തകരാൻ കാരണമായത്. ഈ പ്രദേശത്ത് വെള്ളം ഒഴുകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം കയറിയതിലൂടെ ഈ മണ്ണിലുണ്ടായ സമ്മർദ്ദമാണ് പാത തകരാൻ കാരണമായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരമായി പാലം നിർമ്മിക്കുക എന്നുമുള്ള ഒരു ശുപാർശയാണ് ഈ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്.